മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമാണ് ലൈംഗിക ചൂഷണം. ഇന്റിമേറ്റ് സീനുകൾക്ക് അനാവശ്യമായ റീടേക്കുകൾ എടുക്കേണ്ടി വന്ന അവസ്ഥയെപ്പറ്റിയും കരാറിലില്ലാത്ത തരത്തിലുള്ള ശരീര പ്രദർശനവും ഇന്റിമേറ്റ് സീനുകളും ചെയ്യേണ്ടി വന്ന അവസ്ഥയെപ്പറ്റിയുമെല്ലാം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് സിനിമാ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിൽ ബംഗാളി സിനിമയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റിക്ക് സമാനമായ ഒന്ന് ബംഗാളിലും വേണമെന്ന് ആവശ്യപ്പെട്ടു. അവരുയർത്തിയ പ്രധാന ആവശ്യങ്ങളിലൊന്ന് സിനിമകളിൽ ഇൻറ്റിമസി ഡയറക്ടർ വേണം എന്നതായിരുന്നു. ആരാണ് ഇൻറ്റിമസി ഡയറക്ടർ? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ കുറയ്ക്കാൻ അവരെങ്ങനെയാണ് സഹായിക്കുക? നമുക്ക് പരിശോധിക്കാം. ഡാൻസ് കൊറിയോഗ്രാഫർ, ആക്ഷൻ ഡയറക്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിനിമയ്ക്ക് ഒരു ഡയറക്ടർ ഉണ്ടാകും. പക്ഷേ ചില പ്രത്യേക രംഗങ്ങൾ, അതായത് ഡാൻസ് അല്ലെങ്കിൽ സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് മറ്റൊരാളാകും. ആ രംഗങ്ങൾ എങ്ങനെയാകണമെന്നും അഭിനേതാക്കൾ എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യാൻ പാടില്ലെന്നും എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഡാൻസ് കൊറിയോഗ്രാഫർ, ആക്ഷൻ ഡയറക്ടർ എന്നൊക്കെ വിളിക്കുന്നവരാകും. ഇതിന് സമാനമാണ് സിനിമയിൽ ഒരു ഇൻറ്റിമസി ഡയറക്ടറുടെയും റോൾ. സിനിമയിലെ ഇൻറ്റിമേറ്റ്, ന്യൂഡിറ്റി പോലുള്ള വളരെ സെൻസിറ്റീവായ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ എവിടെ പ്രൊഫഷണലിസം അവസാനിക്കുന്നു, എവിടെ ചൂഷണം തുടങ്ങുന്നു എന്ന് വേർതിരിച്ചറിയുക പ്രധാനമാണ്. ഇവിടെയാണ് ഇൻറ്റിമസി ഡയറക്ടറുടെ പ്രാധാന്യം. അഭിനേതാക്കളുടെ അതിർവരമ്പുകൾ മറികടക്കാതെ ഒരു തരത്തിലും ചൂഷണം നടക്കുന്നില്ലെന്നുറപ്പുവരുത്തിക്കൊണ്ട് സിനിമ ആവശ്യപ്പെടുന്ന രംഗങ്ങൾ വിദഗ്ധമായി ചിത്രീകരിക്കുക എന്നതാണ് ഇൻറ്റിമസി ഡയറക്ടറുടെ ജോലി. ഇതിനായി ഇവർ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അഭിനേതാക്കളുടെ കൺസെൻറ്റ്, അവരുടെ മാനസികാരോഗ്യം, അവരുടെ ട്രോമകൾ, അഭിനേതാക്കൾക്കിടയിലുള്ള സൗഹൃദം എന്നിവയെല്ലാം മനസ്സിലാക്കിയാണ് ഇവർ ഈ രംഗങ്ങൾ എങ്ങനെ ചിത്രീകരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഇതിനായി സംവിധായകരോടും ക്യാമറ, ലൈറ്റിംഗ് ടീം അംഗങ്ങളോടും അഭിനേതാക്കളോടും പല ആവർത്തി സംസാരിക്കും. അഭിനേതാക്കൾ തമ്മിലുള്ള ആരോഗ്യപരമായ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും കെമിസ്ട്രി വളർത്തിയെടുക്കാനും വർക്ക്ഷോപ്പുകളും പല എക്സസൈസുകളും ഇവർ നടത്തും. കൃത്യമായി ആസൂത്രണം ചെയ്ത് അഭിനേതാക്കളുടെ ബോർഡറുകൾ ക്രോസ് ചെയ്യാതെ അവരെ വളരെയധികം കംഫർട്ടബിൾ ആക്കി വെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളിൽ മനോഹരമായി ഈ രംഗങ്ങൾ ചിത്രീകരിക്കും. ഇത്തരത്തിൽ യാതൊരു ചൂഷണവും നടക്കുന്നില്ലെന്ന് ഇവർ ഉറപ്പുവരുത്തും. ആഗോളതലത്തിൽ മീറ്റു മൂവ്മെന്റിന് ശേഷമാണ് സിനിമാ സെറ്റുകളിൽ ഇൻറ്റിമസി ഡയറക്ടറുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നത്. ഇതിനുശേഷം എല്ലാ ഹോളിവുഡ് സിനിമകളിലും ഇൻറ്റിമസി ഡയറക്ടേഴ്സിനെ നിയമിക്കുവാൻ തുടങ്ങി. ഇന്ത്യൻ സിനിമകളിലും ഇൻറ്റിമസി ഡയറക്ടർ ഉണ്ടായിട്ടുണ്ട്. ദീപിക നായികയായ ഗഹരിയാൻ എന്ന ചിത്രത്തിൽ ഇൻറ്റിമസി ഡയറക്ടറെ നിയമിച്ചപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു. നേഹ വ്യാസാണ് ഗഹരിയാൻ്റെ ഇൻറ്റിമസി ഡയറക്ടർ. നമ്മുടെ മലയാള സിനിമയായ രേഖയിലും ഇൻറ്റിമസി ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.